ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സോളോ ആയിട്ട് എന്താ പെലൈറ്റ് ഹീറോയ്ക്ക് 4 സ്റ്റാർ ആവാനാണ്. നമ്മളിപ്പോൾ ഇന്ന് 3 സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മളെ സ്നൈപ്പറിന് പറ്റിയ ക്യാരക്ടർ സ്കില്ലാണിത്. സ്നൈപ്പർ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കുക. ഇനി ഇത് നമുക്ക് ഇത് വേണം, നമ്മളെവിടെയെങ്കിലും മോള് ചെന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇത് ആവശ്യമുണ്ടാവും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെ ഫുള്ള് ഗെയിം കളിയാണ്. നമ്മളെ ക്ലാസ് ഒരു ചെക്കനാണ്. എടുക്കുമെന്നറിയില്ല, എന്നാൽ ഡുവോ കളിക്കായിരുന്നു. ഇപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ വീണ്ടും ഇറങ്ങിപ്പോയി. അപ്പം നമുക്ക് സോളോ ആയിട്ട് മാച്ചിൽ പോവാം. ഫസ്റ്റത്തെ ആളി എത്ര പ്ലസ് കിട്ടും, അടുത്ത ആളിയിൽ എത്ര പ്ലസ് കിട്ടും, മാക്സിമം നമ്മൾ ഒരു പകുതിയെങ്കിലും ആക്കാൻ നോക്കണം. നമ്മളെ ഇത് അപ്പോൾ നമ്മൾ കുറച്ച് സീസണ് 2 മാസത്തോളം കളിക്കാതിരുന്നപ്പോൾ ഇത് രണ്ടും പോയിട്ടുണ്ട്. ഈ സീസൺ ഞാൻ നല്ല രീതിക്ക് കളിച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ 5 ഹീറോ അക്കൗണ്ട് അടിച്ചുകൊണ്ട് ഈ സീസണിൽ. അപ്പോൾ ഇതും കൂടി അടിച്ചിട്ട് ഈ ഇതെടുക്കാം, M4A1 എടുക്കണം എന്നുണ്ട്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണാണ് അത്. അധികം അതുകൊണ്ട് കളിക്കുന്നില്ല, CS കളിക്കാനൊക്കെ. നമ്മൾ സ്നൈപ്പർ പ്ലെയർ റോയൽ 5 നമ്മളെ മൈക്ക് ബാൻ ആയതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റൂല ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇടുക്കിയിൽ ഇതാ നമ്മൾ 25 ചാനൽ ഗിൽഡിലാണ്. നമ്മളെ ഗിൽഡൊക്കെ ചേരേണ്ടവർ ഇതിൻ്റെ UIDക്ക് നോക്കിയ റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഇതാ ഈ കളിയിൽ റെഡ് ക്രിമിനൽ വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ലേ നോക്കാം. നമ്മൾ മാക്സിമം ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് പുഷ് ചെയ്യുന്നത്. നമുക്ക് നല്ല പ്ലസ് വേണം. നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോവുകയാണ്. മാക്സിമം സോണിൻ്റെ ഒപ്പം റഷ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആകെ ഒരൊറ്റ 1-2 വീടുള്ളൂ. ഇവിടെ എത്ര നല്ല ലൂട്ടൊന്നുമില്ല, കുറച്ച് ലൂട്ടുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ടോപ്പ് 10 പിടിക്കാൻ നോക്കും. 2-3 കില്ലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെടുത്തോ മാക്സിമം നമ്മൾ പോയി അടിക്കാനാണ് നോക്കണത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഡബിൾ ഫാക്ടറി കിട്ടിയിട്ടുണ്ട്. നമ്മളെ 94 നല്ല കളിക്കുന്നില്ല. നമ്മളതിൻ്റെ ഉണ്ട മാത്രം എടുത്ത് വെക്കണുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് എത്തിയപ്പോൾ ഇത് കിട്ടി, എന്താ ACT കിട്ടി. ചിലവരറിയും ABCD എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ MB14 കിട്ടി. ശരിയായ കളി. മാക്സിമം നമ്മൾ സോണിൻ്റെ ഒപ്പം റഷ് ചെയ്യുള്ളൂ. എന്നിട്ട് എനിമി വരികയാണ് ഗായ്സ്. നമ്മൾ ഹൈ റേസ് ഇട്ടിട്ട് ഒരു കിടുക്കാൻ പോലത്തെ ഒരു 1 ടൈപ്പ് എടുത്തുന്നുണ്ട്. എനിമിൻ്റെ നല്ല ലൂട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിമി ഇങ്ങോട്ട് തന്നെ വരും എന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ആകാശത്തൊക്കെ നോക്കിയിട്ടാണ് കളിക്കുന്നത്. ഞാൻ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ തോന്നി 1-2 എനിമീസ് ഉണ്ടാകും. ഇവിടെ എവിടെ ലാൻഡ് മൈൻ വെക്കണ സൗണ്ട് കേട്ടായിരുന്നില്ല. അതിൽ തന്നെ പൊട്ടിട്ട് മെഡ് അടിക്കണ നേരത്താണ് നമ്മൾ 1 ടാപ്പ് അടിച്ചിട്ട്. അപ്പോൾ ഇവരുടെ വണ്ടിയിൽ തന്നെ നമ്മൾ കയറി പോവാണ്. ഇത് പണ്ട് വന്ന ജീപ്പിൻ്റെ സ്കിന്നാണ്. ഇതാ അടുത്തില്ലെങ്കിൽ ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാജിക് ക്യൂബ് സ്റ്റോറിൽ വന്നായിരുന്നു. അപ്പോൾ ഈ മാസത്തെ ട്യൂനൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ട്യൂനൈറ്റ് അപ്ഡേറ്റ് ഉണ്ടാവാറുണ്ട്. ഈ മാസം നമുക്ക് ഫ്രീ ആയിട്ട് കോബ്ര ബണ്ടിൽ ഫസ്റ്റ് ലൈറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഗായ്സ്. നമുക്കിനി ഓട്ടോ റിവൈവ് ഇല്ല. ഓട്ടോ റിവൈവ് പോയി ഗായ്സ്. 41 ലൈവ് ഉണ്ട്.
നമ്മൾ ഡേവിഡ് ഓജി പറഞ്ഞേക്കണത് AW പ്ലേസ് എന്താ അപ്പം ഇത് എടുക്കുക, ട്രാക്കർ എടുക്കണം. എനിമീസിൻ്റെ HP പറഞ്ഞ എനിമീസിൻ്റെ കാട്ടി തരുള്ളൂ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പം നമ്മൾ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോട്ടെ ഗൈസ്. നമ്മൾ അനാഥരാണ്, പക്ഷെ എത്തിയപ്പോഴാണ് അയ്യോ നല്ല അടിയിട്ടി കായ്. അപ്പം നമ്മൾ നേരത്തെ അടിച്ചിട്ട് അതേ എനിമി തന്നെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് 2 കിലോ വേണമെങ്കിൽ സ്പെക്ക് എടുത്താൽ നമ്മൾ നേരത്തെ അടിച്ചിട്ട് എനിമി. അപ്പം എനിമീനെ വീണ്ടും അടിച്ചിട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം എനിമീനെ 1 ടാപ്പാണ് അടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഈ വാച്ച് ടവർക്ക് പോവാണ്. ഇവിടെ എവിടെയോ ഒരു വാച്ച് ടവർ ഉണ്ട്. പോരാത്തതിന് എൻ്റെ ഹെഡ് ലിസ്റ്റ് ഇടും ചെയ്തേക്കണു. നേരെ മുകളിലൊരു വാച്ച് ടവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ എവിടെയോ ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നല്ലോ. ആ വാച്ച് ടവറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞ സ്ഥലം. വന്നിരിക്കുക. ലാൻഡ് മൈൻ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഇവിടുന്ന് കിട്ടാൻ നോക്കട്ടെ. മാക്സിമം ഒരു 4-5 കിലോ എടുക്കണം. ലാൻഡ് മൈൻ ഇല്ല ഗായ്സ്, ലാൻഡ് മൈൻ ഇല്ല. അപ്പം എൻ്റെ ലിസ്റ്റ് എനിമി ബ്ലൂ സോണിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. ആകെപ്പാടെ ഇടങ്ങാറായി. ഇനി എൻ്റെ മാപ്പിൽ എല്ലായിടത്തും ഇൻ്റെ കാണിക്കും, മോനെ കാണിക്കില്ല. അപ്പോഴേക്കും എൻ്റെ ട്രാക്കർ വർക്കായിട്ടുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞ എനിമിസിൻ്റെ കാഞ്ചോട്ടിലൊരു വര വരും. എന്നിട്ട് നമ്മൾ നേരെ ആ സ്ഥലത്ത് പോയിട്ട് എനിമിനെ അടിച്ചുറക്കണതാണ് ഗൈസ്. ഇത് ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ സബ് ചെയ്യുക, നിങ്ങൾക്കൊന്നുമില്ല, അതൊരു സബല്ലേ. എനിമി മാക്സിമം എൻ്റെ അടുത്തേക്ക് എത്തിക്കണു. എനിയിപ്പോൾ എനിമി വണ്ടിയിലാണ് വരുന്നത്. എനിമി പേടിച്ച് മണ്ടുന്നു. ബാക്കിയില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോയി. നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല, പിന്നാലെ പോയി അടിക്കും ഗായ്സ്, പിന്നാലെ പോയി അടിക്കും. അത് വേണ്ട, ചിലപ്പോൾ ചത്ത് പോകും. സോൺ വരുമ്പോൾ മാത്രം പോകാനുള്ളൊരു പരിപാടിയിലാണ്. മാക്സിമം നമ്മൾ ഫൈറ്റ് എടുക്കാതെ നോക്കണം. എന്നിട്ട് ഓന പച്ച സോണിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെയാണ് ഫൈനൽ സോണായിട്ട് വരിക. അവിടെ ഒരു വാച്ച് ടവറും 2 ലാൻഡ് മൈനും കിട്ടുകയാണെങ്കിൽ സെറ്റ് ആവുമായിരുന്നു. പിന്നെ നമുക്ക് ആരെയും പേടിക്കല്ല, വരുന്ന എനിമീസിനെ അടിച്ചുറക്കുക. ഇവിടെ എവിടെയും വാച്ച് ടവർ ഇല്ലല്ലോ. ഇവിടെയൊന്നും വാച്ച് ടവർ ഇല്ലല്ലോ. നമ്മളടിച്ച എനിമീൻ്റെ പിന്നാലെ പോയി അടിക്കാൻ പോവാണ് ഗായ്സ്. നമ്മൾ ഗിൽഡ് വാറിൽ കളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാവും. എന്നിട്ട് ഞാൻ അടിക്കുമ്പോൾ എല്ലാ എനിമീസിനും നെറ്റുണ്ടാവും. കൂട്ടുകാരന്മാരടിക്കുമ്പോൾ ആരിനും നെറ്റുണ്ടാവില്ല അടിക്കുന്ന എനിമീസിന്. മൂന്നാമത്തെ കില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 കില്ല് ആയിട്ടുണ്ട് ഗായ്സ്. 15 അലൈവുണ്ട്. ലാൻഡ് മൈൻ ഉണ്ടായാൽ മതി. ഇവൻ്റെ അടുത്ത് ലാൻഡ് മൈനിൽ ഇവനൊരു പൊട്ടനായിട്ടുള്ള എനിമിയാ. 2 ലോങ് റേഞ്ച് കണ്ടെടുത്തിട്ടാണ് പൊട്ടൻ കളിക്കുന്നത്. മാക്സിമം നമ്മൾ സോണിൻ്റെ ഒപ്പം കയറാനാണ്. നമ്മളാ പച്ചവരേൻ്റെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി ഇരുന്നിട്ട് ക്യാമ്പ് ചെയ്യാം.
വരുന്ന എനിമീസിനൊക്കെ അടിച്ചു കൊല്ലും ചെയ്യുക. ഇവിടെ ഫൈറ്റ് എടുക്കണ്ടേ, നമ്മൾ ഫൈറ്റ് എടുക്കാൻ കയറുന്നില്ല. ഫൈറ്റ് എടുക്കാൻ കയറി ആകെ പണി പോകണം. ഇവിടെ വാച്ച് ടവർ ഇല്ല, പക്ഷെ ഈ വീട് നമ്മൾ കയറും. വീട്ടിൽ നമ്മൾ കയറി ക്യാമ്പ് ചെയ്യാൻ പോവാണ്. ഡ്രാഗൺ ഫ്രീസ് അങ്ങനത്തെ എന്തെങ്കിലും ഫ്രീസ് കിട്ടിയിട്ടുണ്ട്. ആ ഫ്രീസിക്ക് CS ഇഷ്ടേ അല്ല. പിരാന്താവും CS അവിടെ ഇടുമ്പോൾ. നേരെ മുമ്പിൽ 2 എനിമീസ് ഉണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു എനിമിയുള്ളൂ, മറ്റേ എനിമി ചത്ത് ഗായ്സ്. 10 ലീവ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ട്രാക്കർ വർക്കായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് പറ്റിയ വീട് തന്നെ കിട്ടിയിട്ടുണ്ട്. 9 ലീവായിട്ടുണ്ട്. എനിമീസ് എന്തോന്ന് പുറത്ത് കയറാൻ. അതവിടെ ഒരു എനിമി ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ എൻ്റെ 5 ഗ്ലൂത്ത് 2 ഗ്ലൂ ഇവിടെ വേസ്റ്റായി. എന്നാലും കുഴപ്പമില്ല. ഇവിടെ എവിടെ ഒരു എനിമി വന്ന മാതിരിക്ക് തോന്നി. ഒരു വെഹിക്കിളിൻ്റെ സൗണ്ട് ഞാൻ കേട്ടല്ലോ. കളി നമ്മൾ മാക്സിമം ബൂയി അടിക്കാൻ പോവാണേ. ബൂയി അടിക്കുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നെറ്റ് പോയി ഗായ്സ്. നമ്മൾ എന്ത് കഷ്ടമാണ് ഗരീന നെറ്റ് കളയണേ. നോക്കി നമ്മളതിൽ ഫുൾ കട്ടുണ്ട്. എന്ത് കഷ്ടമാണ് ഗരീന. ഓ ഭാഗ്യം ഗരീന. അയ്യോ വീണ്ടും മഞ്ഞയിലേക്ക് പോകുന്നു. അയ്യോ നമ്മൾ മഞ്ഞ എത്തണമെങ്കിൽ അപ്പോൾ കവർ കയറും, അല്ലെങ്കിൽ അടി കൊള്ളാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഗ്ലൂ പൊട്ടുന്നുണ്ട്. വെഹിക്കിളിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. എൻ്റെ വെഹിക്കിൾ എടുത്തിട്ട് ആരുടെ പോകണം? എൻ്റെ വെഹിക്കിളാണോ നോക്കട്ടെ. അതെ ഗായ്സ്, അല്ല എൻ്റെ വെഹിക്കിളല്ല, എൻ്റെ സ്കിന്നാണ് പക്ഷെ എടുത്ത്. ഇനി വേറെ 4 എനിമീസ് സിമ്പിൾ പോയാണ്. അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ലാൻഡ് മൈൻ ആരോ കൊണ്ടുവന്ന് വെച്ചു. സൗണ്ട് ഇപ്പം ഞാൻ കേട്ടു. ഒരു ഫൈറ്റ് എടുത്തോട്ടെ. നമുക്ക് ഒരു 2 കില്ല് എനിമീൻ്റെ അടുത്ത് നിന്ന് 2 കില്ല് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 5 കില്ല് നെറ്റ് പോകുന്നു ഗായ്സ്. ഇവിടെ നിൽക്കാം. നമ്മൾ MP40 തൊട്ടിട്ടില്ല ഗായ്സ്. നമ്മളിപ്പോൾ ഫുള്ള് ആ 3 കില്ല് നമ്മൾ SVD കൊണ്ടാണ്. ഇപ്പോൾ സോൺ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ. നെറ്റ് പോകുന്നു ഗായ്സ്. ഈ സൈഡ് കൂടെ പോകുന്നുണ്ട് ഗായ്സ്. ഞാൻ വെറും 3 എനിമീസ്. അതിൽ ഹൈ റിസ്ക് ആണ്. മാക്സിമം ഈ വീടിൻ്റെ റൂഫ് കയറാൻ പറ്റുമോ നോക്കട്ടെ. എനിമി ഉണ്ടാവാതിരുന്നാൽ നമ്മൾ അടിച്ചിട്ടുണ്ട്.
അപ്പം ഇനി 30+ കിട്ടി ഗായ്സ്. എനിമി 8 കിലോ. ഓഹോ, കാരണം 80 പ്ലെയർ ആണെന്നാ തോന്നണത്. 30+ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും സബ് ചെയ്യാം. നല്ലോണം ലൈവില് ടീം കോഡ് ഇട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. വരുന്ന എല്ലാവരും കയറ്റുന്നതാണ്. എൻ്റെ മൈക്ക് ബാനായതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് കാട്ടി തരാം. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഇതാണ് ഗായ്സ്. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഏതോ എൻ്റെ കൂട്ടുകാരന് കളിക്കാൻ കൊടുത്തിട്ട് സ്കാം ആക്കിയിടാ ഗായ്സ്. എനിക്കപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഇതിൽ ഓനെ കളിക്കുന്നത് സ്കാമാക്കി. അപ്പം നമ്മൾ വേറൊരു 8 ബൂയാശ്രീക്കും വേണം ഗായ്സ്. നമുക്ക് നാളെ ഉച്ചക്കത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ലേറ്റ് നമ്മൾ CS കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞതാണ്. നമ്മളെ ഗിൽഡ് ജോയിൻ ചെയ്യൊരു പറഞ്ഞോളി, ഗിൽഡ് കയറ്റാം. ഞാൻ ഗിൽഡിൻ്റെ ഓഫീസറൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരന്മാരുടെ ഗിൽഡാണ്. നമുക്ക് എന്താ ഇപ്പോൾ M500 ഫയർ ബട്ടനുണ്ട്, AWM-നുണ്ട്, MB5-നുണ്ട്, MB40-ക്കുണ്ട്. അപ്പോൾ കാശ് നല്ല രീതിക്ക് നെറ്റ് പോകുന്നുണ്ട്. വീട്ടിലെ വൈഫൈ നല്ലതുണ്ട്. അയ്യോ, ഫാസ്റ്റത്തേക്കില്ല. നമ്മൾ മാക്സിമം 1 ടാപ്പ് കിട്ടുമെന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. നമ്മളെ ബംഗാളീസ് ജൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു 1v4 സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് 1 ടാപ്പ് കിട്ടി ഗായ്സ്. നമുക്ക് 1 ടാപ്പ് കിട്ടി. അവിടെ ഇമോട്ട് ഇട്ട് ഗായ്സ്, ഇമോട്ട്. അപ്പോൾ ഗായ്സ് റിവെഞ്ച് ഉണ്ട് ഗായ്സ്. അവിടെ എൻ്റെ മൈക്ക് വേനായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, PR സോളോ മാച്ച്. ഇനി ഞാൻ കളിക്കണേൽ ചെറിയ ക്ലിപ്പുള്ളൂ നിങ്ങൾ കാണുക. BRൽ ഇനി ചെറിയ ക്ലിപ്പുള്ളൂ. ഇത് കൂടെ ഒരു വൂക്കോങ് പോകണു. അയ്യോ, ഫുൾ ഡാമേജ് കൊടുത്തല്ലോ. ഫുൾ റെഡ് നോക്ക് ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഒരു ഫുൾ റെഡ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫാസ്റ്റത്തെ നോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ്റ് സ്റ്റിക്ക് ബാഗാവുന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ് ഒരു നോക്കിട്ട് ഗായ്സ്, നോക്കിട്ട്. ഇവന് AWM പ്ലെയറാ തോന്നുന്നു. ഞാനും ഈ ബംഗാളിയും AWM പ്ലെയറാണ്. AWMൻ്റെ ശരിയായ കളി എനിക്ക് കാട്ടിക്കൊടുക്കാം. AWM കൊണ്ട് കളിക്കുന്നില്ല ഗായ്സ്. പണി വാളും. അപ്പുറത്ത് മൊത്തം കുത്തിപ്പിടീസാ. നമ്മളെ AWM എടുത്താൽ പണി വാളും. നമ്മൾ മാത്രമേ ഇപ്പോൾ കില്ലെടുത്തിട്ടുള്ളൂ. മൈനസ് ആവാതെ നേരെ നോക്കണം. അപ്പുറത്തെ ടീമിൽ നമ്മളെ ടീമിലത്തെ എല്ലാവരും അവതാർ ബാനറും ഉണ്ടാവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബായി ജൽദി ആകോ. ബായ്സ് പൊക്കണില്ല ബായി. അയ്യോ, ബംഗാളി പൊക്കിയില്ല. എൻ്റെ ഗ്രോസ കട്ടുകൊണ്ടുപോയി.
ഗ്രോസ കട്ടുണ്ടാവാനായിട്ട് വന്നവൻ ഈ കാട്ടിനോട് ഈ പാച്ചു വന്നില്ല ചെക്കൻ. AW വേഴ്സസ് WMB40. അപ്പം MB40 കളി എടുത്തിട്ടുണ്ട് ഗായ്സ്. VSK94 ലൊട്ട കണ്ടെടുത്തിട്ടുണ്ട്. നമുക്കൊരു AW ചോദിച്ചു നോക്കാം. ആരെങ്കിലും എടുത്തേന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു MB5. അപ്പം നമുക്ക് VSK94 വേണ്ട. അയ്യോ ഗായ്സിൻ്റെ അടിച്ചിട്ട് സ്കൈലറി ലൊട്ട ക്യാരക്ടർ. അയ്യോ കളി പോയി അടിച്ച് ഗായ്സ്. ഇവൻ്റെ അവതാർ ബാനറും ടോപ്പപ്പിൻ്റെ പ്ലെയറാണല്ലോ. സ്കില്ലിട് നോക്കാം. ഒരു AW എടുത്തതായി. ഒരു AW എടുത്ത് തരൂ. നമ്മളിത് ലേറ്റ് അടിക്കണ വരെ ഈ വീഡിയോ ഇങ്ങനെ തന്നെ നിൽക്കും. ഇവന്മാരെ ഇൻവൈറ്റ് ചെയ്തെടുക്കുമെന്നറിയില്ല. അടുത്ത ആൾ ഇവന്മാരെ ഒപ്പം കളിക്കാൻ ശ്രമിച്ചു നോക്കാം. ഇവർ ഇൻവൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇവന്മാരൊപ്പം കളിക്കാം. ഇവര് ഗ്ലൂ ടെക്ക് ഒരു കുഴപ്പമില്ല. ഹൈറിസിൻ്റെ പവർ കാട്ടിക്കൊടുക്കുക. ഈ ചോന്ന മോക്കോ നമ്മളെ ബായ്. അപ്പം നമ്മൾ ബംഗാളികളെ വിളിച്ചിട്ടുണ്ട്. ബംഗാളി ഓടി വന്ന് കില്ലെടുക്കും. മിസ്റ്റർ ബംഗാളിൻ്റെ ബാക്കിൽ നമ്മളിഞ്ഞ് ഒരേ ഒരു ചെക്കൻ, ആ ചെക്കൻ നമ്മളെ പൊക്കി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ബംഗാളി എയ്സ് എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മൾ പോലും കാണാത്ത എയ്സ്. ഓഫ് സപ്പോർട്ട് എടുക്കട്ടെ ബംഗാളികൾക്ക്. ബംഗാളികൾക്ക് സപ്പോർട്ടൊന്നും വേണ്ട. പേര് 10 പറഞ്ഞിട്ടാക്കിയില്ലെടുക്കണേ. നമ്മൾ പിന്നെ എന്തിനാ ഇവിടെ കളി കണ്ടാൽ മതി. ബൂയാ ഇമോട്ടിട്ടേക്ക പറഞ്ഞില്ല ഗായ്സ്. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് അടക്കണേ. 2 കില്ലെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് പറയുന്നു തോന്നുന്നു. 2ാം സ്ഥാനത്താണ് ഗായ്സ്. അപ്പം നമുക്ക് ഇൻവൈറ്റ് ഇട്ട് നോക്കാം. അപ്പം ഗായ്സ് എനിക്ക് നമ്മളെ കൂട്ടുകാർക്ക് റിക്വസ്റ്റ് ഇട്ടോട്ടെ. എടുത്തു.
ഞാൻ ബംഗാളീസിനെ വിളിച്ചാൽ കേട്ടെ 5 സെക്കൻഡ് വിളിച്ചാൽ കേട്ടെ. സ്ഥാനമല്ലേ ഇവളുടെ വേറെ ഏതോ രാജ്യത്തെ ഇവന്റെ ഗിൽഡ് ഇച്ചിരി പ്രോവാണ്. Come to ego, I am best. കുസ്റ്റാണ് എല്ലാം ബെസ്റ്റ് അല്ലാണ്. എൻ്റെ പ്രൊഫൈൽ നോക്ക്, AW മിസ് ഗുഡ്. ഇതാ കാട്ടി തരാം. AW 23 റോയിൽ. പിന്നെ വെപ്പൺസ് ഏതൊക്കെ മാസ്റ്റർ അടിച്ചിട്ടുണ്ടെന്നും കാട്ടിത്തരാം. എന്താ AWM MB40 M500 MB5 G80 അടിക്കാറായി, ഗ്രോസൊക്കെ അടിക്കാറായി, UMPക്ക് M80ക്ക് AKക്കും തോംസനും പാരാഫില്ലിനും എല്ലാത്തിനും അടിക്കാറായല്ലോ ഗായ്സ്. ഇവിടെ നിന്നൊന്നും അങ്ങോട്ടില്ല. സ്കാർ കൊണ്ട് ഇനി കളിക്കാം ഗായ്സ്. BR റാങ്ക്ഡ് മാച്ച് പോവാം. സ്കൂളത്തെ ചക്കന്മാരെ വിളിച്ചൊക്കെ എടുക്കുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരനുണ്ട് ഒരു അച്ചു പറഞ്ഞ ചെക്കൻ. ഓന് 4 സ്റ്റാർ ആയില്ല. ഓനക്ക് നല്ല മൈനസ് കിട്ടി. പിന്നെ 600ൻ്റെ മുകളിൽ പ്ലസ് വേണം. നമ്മൾ ഈ ദിവസം മാക്സിമം അടിക്കാൻ നോക്കുന്നതാണ്. ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീണ്ടും വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ. എടുത്ത് സ്ക്രീൻ റെക്കോർഡർ